കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. വണ്ടൂരിൽ രാഷ്ട്രീയ സംഘർഷാവസ്ഥ പുകയുന്നു. മന്ത്രി എ.പി. അനിൽകുമാറിന്റെ ഫ്ലെക്സ് ബോർഡുകൾ CPM പ്രവർത്തകർ തകർത്തതിൽ പ്രതിഷേധിച്ച് വണ്ടൂർ അങ്ങാടിയിൽ UDF വൻ പ്രതിഷേധ പ്രകടനം നടത്തി. CPM നടത്തിയ കൊലവിളി പ്രകടനത്തിന് അതേ നാണയത്തിൽ തിരിച്ചടിച്ചായിരുന്നു UDF-ന്റെയും പ്രതിഷേധം. വണ്ടൂർ മണ്ഡലത്തിൽ CPM UDF തർക്കം തെരുവിലേക്ക് പടരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. മന്ത്രി എ.പി. അനിൽകുമാറിന്റെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കപ്പെട്ടതോടെയാണ് UDF പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. വണ്ടൂർ അങ്ങാടിയിലായിരുന്നു UDF പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം. CPM ഉയർത്തിയ കൊലവിളി മുദ്രാവാക്യങ്ങൾക്ക് അതേ തീവ്രതയിലാണ് കോൺഗ്രസ് പ്രവർത്തകരും മറുപടി നൽകിയത്. കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടിവന്നാൽ തലയും വെട്ടും എന്ന രീതിയിലുള്ള രൂക്ഷമായ ഭാഷയിലുള്ള മുദ്രാവാക്യങ്ങളാണ് പ്രകടനത്തിലുടനീളം ഉയർന്നു കേട്ടത്. പ്രതിഷേധ പ്രകടനത്തിന് UDF നേതാക്കളായ PT ജബീബ് സുക്കീർ, TP ഗോപാലകൃഷ്ണൻ, കാപ്പിൽ മുരളി, ഷൈജൽ എടപ്പറ്റ, ബാബുമണി, P ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു പ്രാദേശിക വാർഡിലുണ്ടായ പ്രശ്നത്തിന്റെ ഭാഗമായി വണ്ടൂർ ടൗണിൽ ഇന്ന് പ്രതിഷേധ പ്രകടനം നടത്തുകയും ബഹുമാന്യനായ നമ്മുടെ റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ അവരുടെ ബോർഡും ഫ്ലക്സും അതേപോലെ അദ്ദേഹത്തിന്റെ ലൈറ്റിലുള്ള ബോർഡൊക്കെ തച്ച് തകർത്തുകൊണ്ട് വളരെ ക്രൂരമായ രീതിയിൽ CPM ഇവിടെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുകയുണ്ടായി. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ചെറിയ ഒരു പ്രാദേശിക പ്രശ്നം CPM ആണ് ഈ പ്രശ്നം ഇവിടെ തുടങ്ങി വെച്ചത്. വണ്ടൂര് കാപ്പിൽ എന്ന പ്രദേശത്ത് ഒരു പ്രശ്നവുമില്ലാത്ത വണ്ടൂരില് ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ തുടങ്ങി വെച്ചത് CPM ആണ്. അതിന്റെ അലയൊലിയാണ് ഈ നിയമസഭാ ഇലക്ഷനിൽ UDF അതിന്റെ ആഹ്ലാദ പ്രകടനം നടത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ അത് തികച്ചും അവര് അക്രമാസക്തമായ രീതിയിൽ അത് ടൗണിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് ഫ്ലക്സുകളും മറ്റൊക്കെ നശിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. ഈ സംവിധാനം UDF ഒരു കാരണവശാലും വെച്ചുറപ്പിക്കില്ല. ഇതൊരു താക്കീതായി, ഒരു പ്രതിഷേധമായി ഞങ്ങൾ നടത്തുന്നു. ഇനിയും ആ രീതിയിൽ പോവുകയാണെങ്കിൽ അതിൽ തിരിച്ചുമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.